ഇത് അജിമനോട് പറയുന്നത് എന്നോട് പറയാനുണ്ടാകില്ല. ഇത് നിങ്ങളിപ്പോ അപ്പൊ ഇയാൾ മറുപടി പറഞ്ഞില്ല. അല്ല ഉബറാണ് നമ്മളെ വിളിച്ചിരുത്തിയത്. ഓഫീസിൽ എപ്പോ ഇയാൾ പറയട്ടെ, ഇയാൾ നമ്മളെ വിളിച്ചില്ല. സാറ് മറുപടി പറയാം. ഞാൻ മറുപടി കൊടുക്കാം. വിളിച്ചു വെച്ചില്ല. നിങ്ങൾ പുറത്തു അല്ല, ഒരു പ്രിൻസിപ്പാളെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അത് പറയും, ഒരു ഓഫീസിൽ നിങ്ങൾ മാന്യമായിട്ട് വിളിച്ചുകൊണ്ടോട്ട് പ്രിൻസിപ്പാളെ ഞങ്ങളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി നിങ്ങൾ പറയണം. ആ മറുപടി പറയണം. സാധാ മുജാഹിദുകളുടെ സ്വഭാവം കാണിച്ചാൽ പറ്റും. മുജാഹിദുകൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ ആ സ്വഭാവം കാണിക്കരുത്. ഒരു മാന്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ വിളിച്ചിരുത്തിയിട്ട് പ്രിൻസിപ്പാൾ ഞങ്ങളോട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അല്ല എന്തിനാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിപ്പോണ്ടി വന്നത്? ഇറങ്ങിപ്പോകുന്ന എന്തിനാ? സാറിന് പറഞ്ഞാല് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന എന്തിനാ? അല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന എന്തിനാ? അത് പറഞ്ഞാൽ പറഞ്ഞില്ലേ? ഓക്കെ, അല്ല അയാള് പറയട്ടെ. അയാൾ അങ്ങനെ വെച്ചോണ്ട് ഇതുമായി ബന്ധപ്പെട്ട വല്ല തുടർ ചർച്ചകളും ഈ സഖിയിൽ ചർച്ച നടത്തിയ ഹിദായത്തുള്ള മൗലവി അതിന്റെ 2-ാം ദിവസം വീണ്ടും വിളിച്ചിട്ട് അൻസാർ മാസ്റ്റർ പറയുന്ന വിഷയം പറയുന്ന സ്ഥലത്ത് വെച്ച് പറയുന്ന സമയത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് വിളിച്ചു. അത് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോ ഞാൻ ഉടനെ പറഞ്ഞു, ഈ ദിവസം അഥവാ 30/12/2009 അസറിന് ITC ഇംഗ്ലീഷ് സ്കൂൾ വെച്ച് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് ഡേറ്റിലാണ് വിളിച്ചത്? 30/12/2009 അയാൾ വിളിച്ചത്. അതേ ഡേറ്റിൽ തന്നെ അസറിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. അതേ, ഞങ്ങൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ വെച്ച്. ഹലോ, പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോ അല്ല, നിങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോ. പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന സ്ഥലം, ഈ 5 ചോദ്യം 5 ചോദ്യം ഞാൻ അവിടെ തരും. പിന്നെ സംസാരിച്ച് വലിച്ചു നീട്ടരുത്. അതിനുത്തരം എന്റെ മുന്നിൽ തരുമോ? എഴുതി തരും. ഓക്കെ, എഴുതി തന്നെ വരണം. അത് എഴുതാനെന്താ ഉത്തരം എഴുതിക്കൂടെ? എങ്ങനെ എഴുതി തരാൻ? എഴുതി തന്നെ വരണം. കാരണം 7 ചോദ്യം തന്നാൽ 7 മറുപടി പറയാൻ നിങ്ങൾക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, എഴുതി തരുമോ? എന്നിട്ട് പറയും ഡേറ്റ്, സമയവും സ്ഥലവും പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്ന് തയ്യാറാണ്. IPC ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി. അസറിന് ശേഷം ഒരു കാര്യം ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ അത് ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന ഇത് എനിക്കോട്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഈ 5 ചോദ്യത്തിന് ഉത്തരം എഴുതി തരണം. വന്നോളൂ. എപ്പം വരൂ? അസറിന് മൗലവി വരും. എങ്ങനെ? അസറിന് മൗലവി IPCയിലെത്തും. ഞാൻ തിങ്കളാഴ്ച നിങ്ങളെത്തും. ഈ അസറിന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വിളിച്ചു പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ മറ്റേ വർത്താനം പറയണ്ടല്ലോ. ഞാൻ പറയുന്ന ഡേറ്റ് നിങ്ങൾ മൗലവി നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങൾ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞ ഇത് ആദ്യം കേട്ടോളൂ, ഇത് റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് മാറ്റാനാവില്ല. IPC അതെ, അല്ലാണ്ട് നിങ്ങൾ വിളിച്ചിട്ട് എനിക്ക് എന്താ പോയത്തുമ്പോ ചെയ്യണം. IPC ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി 4 മണി
സമയം വീഡിയോഗ്രാഫർ ഉണ്ടാവും, അൻസാർ മാഷും മറ്റു പലരും ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ 5 ചോദ്യം തരും. നമ്മൾ പ്രിന്റ് ചെയ്ത് പണ്ടേ ചർച്ച വരുന്ന 5 ചോദ്യം ഉണ്ടല്ലോ, 5 ചോദ്യം ഞങ്ങളെ മുന്നിൽ എഴുതി ഇങ്ങ് തരിക. എന്നിട്ട് നിങ്ങൾ ഇബാറത്തിന്റെ അർത്ഥം എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പിരിഞ്ഞു പോവാം. എന്നിട്ട് ഒരു കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ചോദ്യം എന്നാണ് അയാൾ തുടങ്ങിയത്. ഞാൻ പറഞ്ഞപ്പോ ഈ 5 ചോദ്യം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ 3 മാസമായിട്ടും ഉത്തരം തരാതെയുള്ള ഈ 5 ചോദ്യം ഞാൻ കാറ്റിൽ വിടണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സംവാദത്തിലേക്ക് വിട്ടോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദ്യം വേറെ ആവശ്യമില്ലല്ലോ, ഞാൻ അവിടെ തന്നെ വ്യവസ്ഥയും പറഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ അത് വിശദമായിട്ട് എന്റെ ഫോൺ സംഭാഷണം ഇതിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ചുരുക്കത്തിൽ അയാള് അൽഹിദായ കോളേജിൽ വെച്ച് ഒരു വ്യവസ്ഥ എഴുതാൻ വേണ്ടി വരാമെന്ന് പറയുകയും 15 വീതം ആൾക്കാരുണ്ടാവുമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ വീഡിയോഗ്രാഫറെ ബുക്ക് ചെയ്യുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ ഓഫാക്കി കളയുകയും ഏതോ ഒരാളെ കൊണ്ട് തിരിച്ച് ഹിദായത്തുള്ള ഒരു വരില്ല എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് തന്റേടമില്ല, ചർച്ച ചെയ്യാൻ തന്റേടമില്ല. പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഒഴിവായാൽ അവർക്ക് അത് പറയാമായിരുന്നു എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ചർച്ചയ്ക്ക് അവർ തയ്യാറായിരുന്നെങ്കിൽ അവർ എന്തേ വരുമായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ആ സംഭാഷണം ഈ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.